ഇതെൻ്റെ സ്പേസാണ്, എനിക്കിതൊന്നും അംഗീകരിച്ച് തരാൻ പറ്റില്ല. കാര്യം ഇതാണ്. കഴിഞ്ഞ ദിവസം അനുമോളുടെ ദേഹത്തും ബെഡിലും വെള്ളമൊഴിച്ചതിനെക്കുറിച്ചാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ ചോദിച്ചത്. നിവിൻ അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിച്ചതിനെ സപ്പോർട്ട് ചെയ്ത് ആർത്തു ചിരിച്ചതിന് ആരിനും ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും കിട്ടി. കൂട്ടുകാരായിട്ടും നിവിൻ്റെ പ്രവൃത്തിയിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദിലയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. നൂറയും അനീഷുമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അനീഷ് പറയുന്നുണ്ട്, നിവിൻ പലപ്പോഴായിട്ട് അനുമോളുടെ പിറകെ നടന്ന് ട്രിഗർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്, പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് അനീഷ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നൂറ പറയുന്നുണ്ട്, പല തവണകളിലായിട്ട് ലക്ഷറി ബഡ്ജറ്റിൽ നിന്നും കിട്ടുന്ന പല സാധനങ്ങളും ഇവർ സ്വയം കഴിക്കാറാണ് പതിവ്, മറ്റുള്ളവരെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ അനുമോൾ ഒന്നും രണ്ടും പറയും, ഞങ്ങളെല്ലാവരും പറയാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് നിവിൻ അനുമോളെ മാത്രമാണ് ട്രിഗർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. നിവിനും അത് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമർ എന്ന രീതിയിൽ അനുമോളെ മാത്രമാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നിവിനും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ എപ്പിസോഡ് വിചാരിച്ച അത്ര ഒരു ഗംഭീരമാണ് എന്നൊന്നും പറയാനൊക്കത്തില്ല. നിവിനായതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒരു തണുപ്പം മട്ടിലുള്ള ഒരു ശാസനകളൊക്കെയാണ് വന്നത്. അങ്ങനെ പറയാനൊരു കാരണം കൂടെയുണ്ട്. അനുമോളെയും ഷാനവാസിനെയും ഒക്കെ ലാലേട്ടൻ എത്രമാത്രം ഫോഴ്സ് ചെയ്തിട്ടാണ് വഴക്ക് പറഞ്ഞിരിക്കുന്നത്. അതിലൊരംശം പോലും വേണ്ട, നിവിൻ ചെയ്ത തെറ്റിന് പോലുമുള്ള ശാസന ഇന്ന് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വിഷമകരം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.